ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ സർവേ ഏജൻസികൾ ഒരുപാടുണ്ട് എന്ന് മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ സർവേ ഏജൻസികളുടെ ക്ലയൻസായി മാറാറുമുണ്ട്. പലപ്പോഴും അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും വരാറുണ്ട്. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവേ ഏജൻസിക്ക് തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുവെന്ന് ആ സർവേ ഏറ്റവും കൂടുതൽ ആങ്കർ ചെയ്തിട്ടുള്ള രാജ്ദീപ് സർദേശായി അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയപ്പോൾ അതിൽ പറയുന്നുണ്ട്. കാരണം BJPക്ക് വേണ്ടി സർവേ നടത്താറുള്ള, ഇപ്പോഴും ചില ഗവൺമെന്റ് പ്രൊജക്ടുകൾക്ക് സർവേ ചെയ്യാറുള്ള ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് അവിടെ ബയാസ് കൂടുതലായിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡിബാക്കിലിന് ശേഷം പിന്നെ കാര്യമായി വന്നിട്ടുമില്ല. ഇത് താരതമ്യേന പുതിയ, നമ്മൾ അധികം കേൾക്കാത്ത ഒരു ഏജൻസിയാണ് വോട്ട് വൈബ്. വോട്ട് വൈബ് കേരളത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ആധികാരികമാകാൻ സാധ്യതയുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഏജൻസി നടത്തുന്ന സർവേ, പ്രത്യേകിച്ച് ബോംബെ ബേസ്ഡായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മാത്രം കാര്യങ്ങൾ മുൻപ് പറഞ്ഞാൽ അത് വളരെ അടുത്ത കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു ഏജൻസി എന്ന നിലയിൽ ഇതിൻ്റെ ഒരു സാമ്പിൾ സൈസ് ഇപ്പോൾ 10,000 പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ് ഈ 10,000 പേരെ ഈ കാറ്റഗറി തിരിച്ചിരിക്കുന്നത്, ഇതെല്ലാം അവർ വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും 8-9 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏർലിയസ്റ്റ് ഒരു സൂചന എന്ന നിലയിലാണ് ഗൗരവപൂർവ്വം ഇപ്പോൾ കേരളം ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പോൾ റിസൾട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു റാമിഫിക്കേഷൻ വരുന്നത് ഈ പോളിൻ്റെ ചില സൂചനകളാണ്. പ്രത്യേകിച്ച് 2 സൂചനകളാണ്. UDF ക്യാമ്പും LDF ക്യാമ്പും കൃത്യമായി ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടും. കാരണം LDFിൻ്റെ ഭാഗത്താണ് ഒരുപക്ഷെ കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ശ്രീ പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി ഒരു 3-ാം ഊഴം തുടർ ഭരണം എന്ന നിലയിലേക്ക് LDF ഏതാണ്ട് മാനസികാവസ്ഥ എത്തിച്ചു നിർത്തിയിരിക്കുന്നു. അവിടെ KK ശൈലജയ്ക്കാണ് പ്രാധാന്യം. ഏതാണ്ട് 24% പിന്തുണ കേരള ജനത, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ 24% പേര് KK ശൈലജയ്ക്കും കേവലം 17% പേര് മാത്രം നിലവിലെ മുഖ്യമന്ത്രിക്കും പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പം പൊതുവെ ഉണ്ട് എന്ന പ്രതീതി അവിടെ ജനിക്കുന്നു. ഇതിനേക്കാൾ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ട്. അത് നിലവിലുള്ള ആശയക്കുഴപ്പം. LDFിൽ വലിയ ആശയക്കുഴപ്പങ്ങളില്ല. UDFിൽ ആശയക്കുഴപ്പമുള്ളത് ഏതാണ്ട് വലിയ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഈ മുറിവിൽ മുളകരച്ച് പുരട്ടുന്നത് പോലെയാണ് ശശി തരൂർ ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതിൻ്റെ ടൈമിങ് വളരെ പ്രധാനമാണ്, അതിൻ്റെ കണ്ടന്റ് വളരെ പ്രധാനമാണ്. ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം തരൂർ കഴിഞ്ഞ 2 വർഷമായി ഹി ഹാസ് ത്രോൺ ഹിസ് ഹാറ്റ് ഇൻ ടു ദ റിംഗ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി താൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കടന്നുകൂടാൻ ശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനേഷൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് മുൻപ് ലഭിക്കാൻ ചെയ്തതിന് സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു കൾച്ചറൽ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തരൂർ ഇത് ചെയ്യുന്നത്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി ഡൈനാസ്റ്റിക് ഒരു ഓവർച്യൂസ് ഉള്ള പാർട്ടിയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ താഴെത്തട്ടിൽ മുതൽ അടിച്ച് കളിച്ച് കയറി വന്ന ആളുകൾ, അവരുടെ തലയ്ക്ക് മീതെ ഹൈക്കമാൻഡ് ഒരു കാൻഡിഡേറ്റിനെ, അത് പ്രത്യേകിച്ച് താൻ പോരുമയുണ്ട് എന്ന് ഹൈക്കമാൻഡിൻ്റെ കേരളത്തിലെ പലരും കരുതുന്ന തരൂറിനെ പ്ലേസ് ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് തരൂർ എങ്കിൽ ഈ കുളം ഒന്ന് കലക്കിയെടുക്കാം, അത് തെളിയുന്നുണ്ട് എങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ചാൻസ് കോൺഗ്രസ് നൽകില്ല, പക്ഷേ UDF അധികാരത്തിൽ വരില്ല എന്ന പ്രതീതിയുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? പൊതുജനങ്ങൾ തന്നോടൊപ്പമാണ്. 28% ജനകീയ പിന്തുണ തരൂരിനുണ്ട് എന്ന് ഈ ഏജൻസി പറയുമ്പോൾ ഗൗരവമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം അത് ചർച്ച ചെയ്യുമെങ്കിൽ അവിടെയാണ് തരൂരിൻ്റെ ചാൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല തരൂർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണെറിയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. 2 ഉദ്ദേശങ്ങൾ മാത്രമേ തരൂരിനുള്ളൂ. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. അങ്ങനെ വലിയ രീതിയിൽ തനിക്ക് അദ്ദേഹത്തിന് കണക്ക് തീർക്കാനുള്ള പല കാര്യങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വത്തോട്. അത് നേരിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിന് പുറത്ത് നിന്നുകൊണ്ട് പരമാവധി അലോസരം ഉണ്ടാക്കുക ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ തരൂറിനെ വിളിക്കൂ, UDFിനെ രക്ഷിക്കൂ എന്ന് UDF മൈൻഡഡ് ആളുകളല്ല, മറിച്ച് നിഷ്പക്ഷരായ ആളുകൾ, പ്രത്യേകിച്ച് ന്യൂജൻ ആളുകൾ ചിന്തിച്ചു തുടങ്ങി എന്ന പ്രതീതിയാണ്. അതുകൊണ്ട് ആശയക്കുഴപ്പം, ഗംഭീരമായ ആശയക്കുഴപ്പം UDFിനോട് ഉണ്ടാക്കാൻ ഈ സർവേക്ക് സാധിച്ചു. തരൂർ അതിനെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്തെടുത്തു, റീട്വീറ്റ് ചെയ്തതിലൂടെ.